നാടോടിക്കഥകളിൽ നിന്നുള്ള ഒരു പുരാണ ജീവിയാണ് ചെന്നായ. സാധാരണയായി ഒരു പൂർണ്ണചന്ദ്രനിൽ ചെന്നായ അല്ലെങ്കിൽ ചെന്നായയെപ്പോലെ രൂപാന്തരപ്പെടുന്ന ഒരു മനുഷ്യനായി ചിത്രീകരിക്കപ്പെടുന്നു. വോൾഫ് എന്ന പദം പഴയ ഇംഗ്ലീഷ് പദമായ വെയർ വോൾഫ് എന്നിവയിൽ നിന്നാണ് വന്നത്, അതായത് മാൻ വോൾഫ്. ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന വെയർവുൾവ് എന്ന ആശയത്തിന് പുരാതന ഉത്ഭവമുണ്ട്. യൂറോപ്യൻ നാടോടിക്കഥകളിൽ മധ്യകാലഘട്ടത്തിൽ ഇത് പ്രത്യേകിച്ചും പ്രചാരത്തിലായി. അപകടകരവും അനിയന്ത്രിതവുമായ ജീവികളായി വെർവോൾഫുകളെ ആളുകൾ പലപ്പോഴും ഭയപ്പെട്ടിരുന്നു. എന്നാൽ ചില ഐതിഹ്യങ്ങളിൽ മറ്റൊരു ചെന്നായയാൽ ശപിക്കപ്പെടുകയോ കടിക്കുകയോ പോറൽ ഏൽക്കുകയോ ചെയ്ത ആളുകളാണ് സ്വയം മനുഷ്യ ചെന്നായ ആയി മാറുന്നത്. പുരാണത്തിന്റെ ചില പതിപ്പുകളിൽ എപ്പോൾ വേണമെങ്കിലും പരിവർത്തനം സംഭവിക്കാമെങ്കിലും ഒരു ചെന്നായ മനുഷ്യന്റെ പരിവർത്തനം സാധാരണയായി പൗർണമി സമയത്താണ് സംഭവിക്കുന്നത്. മനുഷ്യനിൽ നിന്ന് ചെന്നായയിലേക്കുള്ള മാറ്റത്തിൽ പലപ്പോഴും വേദനാജനകമായ ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് വളരുന്ന രോമങ്ങൾ, മൂർച്ചയുള്ള പല്ലുകൾ, നഖങ്ങൾ, ഉയർന്ന ഗന്ധവും കേൾവിയും. ഈ പരിവർത്തനം സാധാരണയായി മനുഷ്യന്റെ ബോധക്ഷയത്തോടൊപ്പമാണ് സംഭവിക്കുന്നത്. അതായത് ചെന്നായ മനുഷ്യൻ മൃഗീയമായ സഹജാവബോധത്തിൽ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യും. ആധുനിക സംസ്കാരത്തിൽ സാഹിത്യം, സിനിമകൾ മുതൽ ടെലിവിഷൻ ഷോകൾ, വീഡിയോ ഗെയിമുകൾ തുടങ്ങി പലതരത്തിലുള്ള മാധ്യമങ്ങളിലും വെയർവോൾഫ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില ചിത്രീകരണങ്ങൾ ചെന്നായയുടെ ദുരന്ത സ്വഭാവത്തെ കേന്ദ്രീകരിക്കുന്നു, കഥാപാത്രത്തെ അവരുടെ ഇരട്ട സ്വത്വവുമായി മല്ലിടുന്ന ഒരാളായി ചിത്രീകരിക്കുന്നു. മറ്റുള്ളവർ മനുഷ്യ ചെന്നായകളുടെ വന്യവും ഭീകരവുമായ ഗുണങ്ങളെ ഊന്നിപ്പറയുന്നു. ദി വുൾഫ്മാൻ, ടീം വുൾഫ് തുടങ്ങിയ പ്രശസ്ത കൃതികൾ വെർവുൾവുകളുടെ ജനപ്രിയ കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ലോകത്തെ സമന്വയിപ്പിച്ച് ഭയപ്പെടുത്തുന്നതും ആകർഷകവുമായ ജീവികളെ സൃഷ്ടിക്കുന്ന നാടോടിക്കഥകളുടെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വെർവൂൾഫ്. ക്ലാസിക് വൂൾഫ് ഭയപ്പെടുത്തുന്ന ഒരു രാക്ഷസനാണെങ്കിലും ആധുനിക വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ശാപത്തിന്റെ ദാരുണവും മാനുഷികവുമായ വശം പര്യവേക്ഷണം ചെയ്യുന്നു. അവരെ മിഥ്യയിലും പോപ്പ് സംസ്കാരത്തിലും സങ്കീർണവും നിലനിൽക്കുന്നതുമായ വ്യക്തിയാക്കുന്നു.